സ്വീകരണ അഭിമാനത്തോടെയും അതേസമയം അത്യന്തം വേദനയോടുമാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. വേറൊന്നുമല്ല, ഞാൻ എൻ്റെ അപ്പനെപ്പോലെ കണ്ടിരുന്ന വികാരിയച്ഛൻ ഈ ഇടവകയിൽ നിന്നും സ്ഥലം മാറി വേറെ ഇടവകയിലേക്ക് പോകുന്നതാണ്. എനിക്ക് മണ്ണിൽ ചവിട്ടി നിൽക്കുമ്പോൾ അച്ഛൻ്റെ ഗന്ധം ഈ മണ്ണിൽ എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഒരേ സമയത്ത് അച്ഛനായും പുല്ലുവെട്ടുകാരനായും മരം വെട്ടുകാരനായും ഉന്തുവണ്ടിക്കാരനായും KCM-കാരുടെ കൂടെ നിന്ന അച്ഛൻ്റെ നിമിഷങ്ങൾ ഓർക്കുമ്പോൾ എൻ്റെ മോനെ പറയാൻ വാക്കുകളില്ല. അച്ഛൻ സ്ഥാപിച്ച പുണ്യാളൻ്റെ രൂപത്തിൽ നോക്കി ഞങ്ങൾ അച്ഛനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, അതായത് പിന്നിൽ നിന്ന് കുത്തിയവനെ പോലും കാണുമ്പോൾ കെട്ടിപ്പിടിച്ച് സുഖമാണോ എന്ന് ചോദിക്കുന്ന നേച്ചർ. പുണ്യാളന് പോലും ചിരി വരും സിബിച്ചൻ്റെ ഒരു കാര്യം എന്നോർത്ത്. പടിഞ്ഞാറ് നിന്ന് ഗ്രൗണ്ടിൽ നോക്കുമ്പോഴും അൾത്താരയിൽ നോക്കുമ്പോഴും മേട പരിസരം എന്തിന് ചെടികളിൽ വരെ അച്ഛൻ്റെ വിയർപ്പ് തുള്ളികൾ ഇറ്റിറ്റു വീഴുന്നതായി കാണാം. ഫാദർ സിബിച്ചൻ ചെറുതിയിൽ, ഒരിക്കലും പോകില്ല അങ്ങയുടെ ഗന്ധം ഈ മണ്ണിൽ നിന്നും, ഒരിക്കലും അണയില്ല അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ തെളിയിച്ച തിരുനാളം. അങ്ങയുടെ നിന്ന് പോയാലും ഞങ്ങൾ തുടരും അങ്ങേക്കൊപ്പമുള്ള ജൈത്രയാത്ര. കാരണം ഞങ്ങൾക്കുറപ്പാണ് അങ്ങ് സഭയിലെ ഒരു നവോത്ഥാന നായകൻ ആണെന്ന്. 2025 തിരുനാളിനോടനുബന്ധിച്ച് KCYM പുണ്യാളൻ്റെ രൂപം കടപ്പുറത്ത് സ്ഥാപിക്കാൻ പോയപ്പോൾ ഇത് നമ്മുടെ സ്ഥലമല്ല എന്ന് മനസ്സിലാക്കി വിഷമിച്ച ഞങ്ങളോട് അച്ഛൻ പറഞ്ഞത്, പുണ്യാളൻ അനുവദിച്ചാൽ അടുത്ത വർഷം ഈ സ്ഥലം നമ്മുടേതാകും, അവിടെ തന്നെ രൂപം സ്ഥാപിക്കും എന്നായിരുന്നു. ആ വാക്ക് അച്ഛൻ കൃത്യമായി പാലിച്ചു. എൻ്റെ അച്ഛ, ആ ഒരു ഓർമ്മ മതി ഞങ്ങളുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെ അതിജീവിച്ച് ഞങ്ങൾക്ക് മുന്നേറാൻ. അങ്ങ് കുർബാനയുമായി ഞങ്ങളുടെ കുടുംബങ്ങളിൽ വന്നതും അങ്ങ് നടത്തിയ കുടുംബ യൂണിറ്റ് വാർഷികവും ഒരു ക്രിസ്തീയ സമൂഹം എങ്ങനെ ആവണം എന്ന അങ്ങയുടെ കാഴ്ചപ്പാടിൻ്റെ തെളിവ്. അച്ഛ, എൻ്റെ മക്കൾക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല എന്ന മാതാപിതാക്കളുടെ സങ്കടത്തിൽ പ്രാർത്ഥനയ്ക്കൊപ്പമുള്ള പ്രവർത്തനം കൂടുതൽ ഫലം പുറപ്പെടുവിക്കും എന്ന കാഴ്ചപ്പാടോടെ ക്ലാസുകൾ ആരംഭിച്ചവൻ, വേദനിപ്പിച്ചവനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചവൻ, ഇടവകയ്ക്കു വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ പേരിൽ പഴി കേൾക്കുമ്പോഴും ഞാൻ ഈ അവസ്ഥയിൽ കൂടി കടന്നു പോകാൻ നിയോഗിക്കപ്പെട്ടവനാണെന്ന് നിറഞ്ഞ പുഞ്ചിരിയോടെ പറയാൻ സ്വന്തം ജീവിതത്തിലൂടെ ഞങ്ങളെ പഠിപ്പിച്ചവൻ, മറ്റുള്ളവർ ചെയ്തതിൻ്റെ പഴി പോലും നെഞ്ചിലേറ്റുമ്പോൾ ആരെയും കുറ്റപ്പെടുത്താതെ ഈ നിമിഷവും കടന്നു പോകും എന്ന് പറഞ്ഞ് ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കാൻ പഠിപ്പിച്ചവൻ, ചെയ്ത നന്മകളെ തിന്മകളാക്കുന്ന ചില സാമൂഹിക വ്യഗ്രതകൾക്ക് മുൻപിലും സ്വന്തം വ്യക്തിത്വത്തെ ഹനിക്കുന്ന ദുഷ്പ്രചാരണകൾക്ക് മുൻപിലും ദൈവമേ നീ പ്രവർത്തിക്കണമേ, നിന്റെ നീതിക്കായി ഞാൻ കാതോർക്കുന്നു എന്ന നിങ്ങളുടെ മുഖത്തെ ശാന്തത കാൽവരിക്കുന്നിലെ ക്രിസ്തുവിനെ പ്രതിഫലിക്കുന്നു. മറക്കില്ല സിബിയച്ച നിങ്ങളുടെ മൂല്യങ്ങളെ.